എന്നോടൊപ്പം ദ ഇലക്ഷൻ ചാനലിൽ ഇന്ന് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ മനു ഭരത്താണ് ചേരുന്നത്. മനു, ഭാരത് ജോഡോ യാത്ര അവിടെ നിന്ന് ഓർത്തെടുത്തുകൊണ്ടേ നമുക്ക് ന്യായ യാത്രയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ ലഭിച്ച ഒരു യാത്രയായിരുന്നു അത് എന്നത് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇന്നലകൾ പരിശോധിച്ചാൽ ഇത്തരം യാത്രകൾ നടത്തിയിട്ടുള്ളവരെല്ലാം തന്നെ വലിയ മുന്നേറ്റങ്ങൾ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നത് പരിശോധിച്ചാൽ മനസ്സിലാകും. അതിപ്പോൾ ഗാന്ധി നടത്തിയ യാത്ര മുതൽ സ്വാതന്ത്ര്യത്തിന് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നടത്തിയ യാത്രകളെല്ലാം പരിശോധിച്ചാൽ അതാണ് ചരിത്രം. അതായത് അഭിലാഷ്, ഈ പദയാത്രകൾ, അതായത് നമുക്കറിയാം ഇപ്പോൾ ഗാന്ധിജിയുടെ സോൾട്ട് സത്യാഗ്രഹ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്ര, അത് വലിയ ഒരു കോളിളക്കം തന്നെയാണ് സൃഷ്ടിച്ചത്. കാരണം ഈ ഗാന്ധിജി അതിൻ്റെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് തിരിച്ചറിയുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഗ്രാമങ്ങളെ കൂടി അതിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നടത്തിയൊരു പ്രയത്നത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് അദ്ദേഹം യാത്രകളെ കണ്ടിരുന്നത്. അപ്പോൾ ഒരു യാത്ര ഒരു നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ആ ജനങ്ങളിലേക്ക് പടർത്തുക എന്നതാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാതെ A.O. ഹ്യൂമാണ് തുടങ്ങുന്നത്, ഇംഗ്ലീഷുകാരനാണ്. അത് പിന്നെ അന്നത്തെ വൈസ്രോയുടെ പെർമിഷനോട് കൂടിയാണ് യോഗങ്ങളൊക്കെ നടക്കുന്നത്. പ്രയർ ആൻഡ് പെറ്റീഷൻ, അതായത് അപേക്ഷകൾ സമർപ്പിക്കുക, അഭ്യർത്ഥനകൾ നടത്തുക എന്നൊക്കെയുള്ള ഒരു ആശയവുമായി വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1915 ഗാന്ധിജിയുടെ വരവോടുകൂടി അതിൻ്റെ സ്വഭാവം തന്നെ പൂർണ്ണമായി മാറുകയാണ്. നേരത്തെ തന്നെ അതിൽ മിതവാദികളായിട്ടുള്ള ആളുകൾ പതുക്കെ പിൻവാങ്ങുന്നൊരു സാഹചര്യമുണ്ട്. കുറച്ചുകൂടെ തീവ്രമായ നിലപാടുകൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരോട് കൊടുത്ത് വിയോജിപ്പുള്ള ഒരു വിഭാഗമൊക്കെ വന്നു. പിന്നീട് ഗാന്ധിജിയുടെ വരവോടുകൂടി വളരെ ശക്തമായ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകുമ്പോൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളെ എഴുന്നേൽപ്പിക്കുക എന്നതായിരുന്നു ഗാന്ധിജി കണ്ട ഒരു മാർഗം. അതിൻ്റെ ഭാഗമായാണ് 1930 അദ്ദേഹം ഈ പരസ്യമായി നിയമം ലംഘിക്കാനായി പിന്നെ ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി ഒരു യാത്ര, ദണ്ഡി മാർച്ച് നടത്തിയത്. പക്ഷേ അതിൻ്റെ വിജയം മനസ്സിലാക്കിയ ഗാന്ധിജി അത് കഴിഞ്ഞുള്ള 1933 കൂടുതൽ വലിയൊരു വിപുലമായ ദേശീയ തലത്തിൽ ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഈ തൊട്ടുകൂടായ്മയ്ക്കെതിരെയാണ്. അപ്പോൾ ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഈ ഇന്ത്യക്കാർ തമ്മിലുള്ള തൊട്ടുകൂടായ്മയും അതുപോലുള്ള വിഷയങ്ങളുമാണ് എന്ന തിരിച്ചറിവ് കൂടി രാജ്യത്തിന് നൽകുക എന്ന അദ്ദേഹമുണ്ട്. അപ്പോൾ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സർക്കാരിനെതിരെ, ഇംഗ്ലീഷ് ഭരണകൂടത്തിനെതിരെ ഒരു ശക്തമായ പ്രക്ഷോഭം നടത്തുക എന്ന ഗാന്ധിജിയുടെ പദ്ധതിയാണ് പദയാത്രയായി നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് പിന്നീട് നമുക്ക് പല ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വിനോബ ഭാവയുടെ പദയാത്രയുണ്ട്, അതുപോലെ ഭൂദാൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് അത്. അപ്പോൾ ആളുകൾ ഈ പണമില്ലാത്ത, ഭൂമിയില്ലാത്ത കർഷകരുടെ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം വരുന്നു. പിന്നീട് രാഷ്ട്രീയത്തിലും സമാനമായ തലത്തിൽ നമുക്ക് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കൂടുതൽ ഇത്തരം യാത്രകൾ കണ്ടിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. അവിടെ നമുക്ക് ഇപ്പോൾ YSRൻ്റെ യാത്ര ആയിക്കോട്ടെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ പദയാത്ര, അത് വലിയ മാറ്റമുണ്ടാക്കി. അതുപോലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പദയാത്രയുണ്ടായിരുന്നു, അത് പിന്നെ പ്രജാസങ്കൽപ് യാത്ര എന്ന പേരിൽ, അതും വലിയ തോതിൽ കടപ്പ ജില്ലയിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മുന്നിൽ, സ്മൃതി ഗുരു മന്ദിരത്തിന് മുന്നിലൊക്കെ പൂക്കളൊക്കെ അർപ്പിച്ച് നടത്തിയ വലിയ യാത്ര. അങ്ങനെ ഉള്ള പലതരം യാത്രകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അന്നത്തെ ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന, അത് വലിയൊരു സംസ്ഥാനമായിരുന്നല്ലോ, ഇപ്പോൾ തെലുങ്കാനയൊക്കെ ആയിട്ട് മാറിയെങ്കിലും അവിടെയാണ് പ്രധാനമായും കൂടുതൽ യാത്രകൾ നടന്നത്. ബീഹാറിലും യാത്രകൾ നടന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ ഗലം എന്ന് പറഞ്ഞിട്ട് യുവാക്കളുടെ ശബ്ദം എന്ന തരത്തിൽ ഒരു പിന്നെ തെലുങ്ക് ദേശം അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന പിന്നെ ഈ നമ്മുടെ മുൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷ്, അതിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നാരാ ലോകേഷും ഒക്കെ ആയിട്ട് ഈ യാത്ര നടത്തുന്നു. വലിയ, അതിപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയ ഒരു യാത്രയാണ്. അതെ. അപ്പോൾ ഇതൊക്കെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്താനും അതുപോലെ ജനങ്ങളിലെ കൂടുതൽ, പ്രത്യേകിച്ച് ഈ ഗ്രാമീണ ജനതയെ, സാധാരണക്കാരായ വോട്ടർമാരെ ഒരു നാഷണൽ മെയിൻ സ്ട്രീമിലേക്ക്, ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ, രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം പദയാത്രകൾ നടത്തുക. അതിൻ്റെ ഒരു ഇതാണ് നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാരത്. തീർച്ചയായും ഈ യാത്രകൾക്ക് പല ഫോമുണ്ട്. അത് പദയാത്രയാകാം, അല്ലെങ്കിൽ വാഹനത്തിലൊക്കെ ആകാം. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ഷൻ ചാനലിൽ ചർച്ച ചെയ്തത് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. അതും ഒരു യാത്രയിലൂടെ ആയിരുന്നു അതിന്റെ ഒരു ആരംഭം. രഥയാത്രയായിരുന്നു. എന്തായാലും LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന ആ രഥയാത്ര അതിനെ
ബന്ധിപ്പിക്കേണ്ടതില്ല എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു മനു, ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങും നടക്കുന്നത് ജനുവരി 22-നാണ്. അതിന് തൊട്ടു മുമ്പാണ് ജനുവരി 14-നാണ് രണ്ടാമത്തെ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അതെ, ഈ ഇപ്പൊ ഇതിലും ഈ പദയാത്രയായാലും രഥയാത്രയായാലും ഇതിൽ ആശയം ഒന്ന് തന്നെയാണ്. ഈ രണ്ടാമത്തെ യാത്ര പൂർണ്ണമായും പദയാത്രയല്ല, അത് ബസ്സിൽ അടക്കം യാത്ര ചെയ്യുന്നു, പിന്നീട് ചെറിയ ഭാഗത്തുകൂടി പദയാത്രയായി പോകുന്നു. മാത്രമല്ല ഇത് ദൂരം കൂടുതലുണ്ട്. ദൂരം കൂടുതലുണ്ട്. നേരത്തെ നമ്മൾ 4080 കിലോമീറ്റർ ആണ് ഇത് കണ്ടത്. പിന്നെ ഭാരത് ജോഡോ യാത്ര ഇത് കുറെ കൂടി ദൂരമുണ്ട്. ഇതിന്റെ ഒരു മാപ്പ് പരിശോധിച്ചാൽ അതൊരു സിക്സാക് മോഡലിൽ പോകുന്നുണ്ട്. ഗ്രാഫിക്സ് അത് നമുക്ക് പ്രേക്ഷകരുമായി ഡീറ്റെയിൽ ആയി വീണ്ടും പങ്കുവെക്കാം. എന്തായാലും നമ്മൾ ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് അടുത്ത യാത്ര ആരംഭിക്കുന്നു. രാഹുൽ ഗാന്ധി തന്നെ നയിക്കുന്ന ഭാരത് ന്യായ് യാത്ര. ഭാരത് ജോഡോ യാത്രയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പൊതു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു യാത്രയ്ക്ക് കൂടി തയ്യാറെടുക്കുന്നത്. അവിടെ മനു, ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ചില എതിർ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് വർഷമാണ് 2024 ഏപ്രിൽ മെയ് മാസങ്ങളിലായി നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ സമയത്ത് ഈ യാത്ര അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതാണ്ട് യാത്ര അതിനു മുമ്പ് സാങ്കേതികമായി അവസാനിക്കാം, പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തേണ്ട ഒരു സമയമാണ്, തിരക്കിട്ട ചർച്ചകൾ നടക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു യാത്ര വേണമോ എന്നത് സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിച്ച ഒരു സ്വീകാര്യത തന്നെ ആയിരിക്കില്ല ഈ അചഞ്ചലമായ തീരുമാനത്തിന് പിന്നിൽ. അല്ല, ഇവിടെയും ഇപ്പൊ ഈ രണ്ടാമത്തെ യാത്രയും അവര് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഈ ഇലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പരിപാടികളൊക്കെ നടക്കേണ്ട ഒരു സമയത്ത് തന്നെയാണ് യാത്ര പോകുന്നത് എന്നതുകൊണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പല യോഗങ്ങളും വന്നേക്കാം. അപ്പൊ അതൊക്കെ സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതുപോലെ ഇന്ത്യ മുന്നണിയുടെയും പ്രവർത്തനങ്ങൾക്ക് അത് എങ്ങനെ തടസ്സപ്പെടും എന്നത് ആലോചനകൾ കോൺഗ്രസിൽ വരികയും അതിനാണ് ഇത്തവണ ഈ യാത്രയിൽ കൂടുതലും പ്രിയങ്ക ഗാന്ധിയെ കുറെ കൂടി കരുത്തുറ്റ രീതിയിൽ യാത്രയിൽ ഉടനീളം വെക്കുക. എന്തെങ്കിലും കാരണവശാൽ രാഹുൽ ഗാന്ധിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കുകയോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയങ്ക ഗാന്ധിയെ ചുമതലപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള ചുമതല. അപ്പോൾ ഇതിന് രാഹുൽ പ്രിയങ്ക കൂട്ടായ്മയായിട്ടാണ് ഒരു പക്ഷേ ഈ യാത്ര കുറെ കൂടി പോകുന്നത്. അങ്ങനെ ഒരു പ്രശ്നം അഭിലാഷ് സൂചിപ്പിച്ച ആ ഒരു വിഷയമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഇത്രയും കാലതാമസം ഇത്രയും ദിവസം രാഹുൽ ഗാന്ധി മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ട്. അതിപ്പോൾ ഏതാണ്ട് ഒരു 150 ദിവസത്തോളം ആകും എന്നാണ് ഇപ്പം ഈ ഇംഫാലിൽ നിന്ന് ഇത് മുംബൈയിൽ എത്തണമല്ലോ. 6200 കിലോമീറ്റർ യാത്ര ചെയ്യണം, 14 പിന്നെ സംസ്ഥാനങ്ങൾ കടക്കണം. അങ്ങനെ ഒരു വലിയ ഒരു ദൗത്യം ഇതിന് മുന്നിലുണ്ട്. ഏതായാലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് അതിന് ഈ പ്രദേശത്ത് കൂടി കോൺഗ്രസിൻ്റെ ഇതിൽ പ്രത്യേകിച്ചൊരു സംഭവം പ്രാദേശിക തലത്തിൽ കോൺഗ്രസിനെ കൂടുതൽ കരുത്തുറ്റതാക്കുക, വോട്ട് ബേസ് ഉണ്ടാക്കുക. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ബീഹാറിൽ പറഞ്ഞൊരു കാര്യം അതാണ്. അവിടെ BJPക്ക് പ്രാദേശിക തലത്തിലുള്ള ഒരു വോട്ട് ബേസ്, കോൺഗ്രസിന് അത് കുറയുന്നു. അപ്പോൾ ഗ്രാമീണ ജനതയെ, കോൺഗ്രസ് വോട്ടർമാരെ വീണ്ടും അവരെ തട്ടി ഉണർത്തുക, അവരെ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുക, അങ്ങനെ ഒരു വോട്ട് ബേസ് വർദ്ധിപ്പിക്കാൻ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ ഗ്രാമപ്രദേശങ്ങളെയൊക്കെ കവർ ചെയ്തുകൊണ്ട് യാത്ര പോകുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഈ യാത്രയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് ഇലക്ഷൻ ചാനൽ കടക്കുന്നത്. യാത്ര എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. യാത്ര മണിപ്പൂർ മുതൽ മുംബൈ വരെ എന്നതാണ് ഈ രണ്ടാമത്തെ യാത്രയുടെ പ്രത്യേകത. ആദ്യത്തെ യാത്ര നമുക്ക് ഓർമ്മയുണ്ട്, കന്യാകുമാരിയിൽ നിന്നാണ് ആരംഭിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് അന്ന് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. അവിടെ നിന്ന് ശ്രീനഗർ വരെ, ഒരു പക്ഷേ ഇന്ത്യയുടെ മാപ്പ് അടക്കം എല്ലാവർക്കും മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. അതായത് കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഏതാണ്ടൊരു നേർരേഖ പോലെ തന്നെ അതിൻ്റെ മാപ്പ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെയായിരുന്നു യാത്രയെങ്കിൽ ഇത്തവണ മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് മുംബൈ വരെ എന്നതാണ് പ്രത്യേകത. മനു, ഈ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഭാരത് ജോഡോ യാത്രാ സമയത്ത് ഒരു വിമർശനം ഉണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ട് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെ ഈ യാത്ര പോകുന്നില്ല എന്ന്. അന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതൊരു യാത്ര മാത്രമല്ല, ഇനിയും ഇന്ത്യയുടെ നഗരങ്ങളിലൂടെ ഗ്രാമപ്രദേശങ്ങളിലൂടെയെല്ലാം ഞാൻ യാത്ര നടത്തുമെന്നതാണ്. അദ്ദേഹം ആ വാക്ക് പാലിക്കുകയാണ്, ആ യാത്രകൾ തുടരുകയുമാണ്. പക്ഷേ ഈ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. കാരണം വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കും എന്നാണ് രാഹുൽ ഗാന്ധി കാലങ്ങളായി പറയുന്നത്. മണിപ്പൂരിൽ കലാപം ഉൾപ്പെടെയുള്ളവ വലിയ ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് യാത്ര. മനു,
അത് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പം മണിപ്പൂർ വിഷയം ഒന്നുകൂടി ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസിലേക്ക് കൊണ്ടുവരിക, ഒരു രാഷ്ട്രീയമായി ഒരു ചർച്ചാ വിഷയമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട്. കാരണം മണിപ്പൂരിൽ പ്രധാനമായും അന്ന് ഈ വിഷയമൊക്കെ ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസിനുണ്ടായിരുന്നു. അതുപോലെ പിന്നെ അമിത്ഷാ ഇത് സംബന്ധിച്ച് പറയുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ആരോപണം കോൺഗ്രസിനുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ BJPയെ ഒരു പരിധിയിലാക്കാൻ അവർക്ക് ചില അതിർവരമ്പുകൾ വെക്കാൻ ഈ മണിപ്പൂർ വിഷയം ഉയർത്തുമ്പോൾ കഴിയും എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം ആ വിശ്വാസ പ്രമേയം സഭയിൽ വന്നപ്പോഴും പ്രധാനമന്ത്രി ദീർഘനേരം സംസാരിച്ചു, പക്ഷേ മണിപ്പൂരിനെ കുറിച്ച് വളരെ അവസാന ഭാഗത്തെ വന്നുള്ളൂ എന്നൊക്കെ കോൺഗ്രസിൻ്റെ ആക്ഷേപമുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ മറ്റു കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്ന്. അപ്പം മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ അത് പിന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല എന്ന ഒരു കോൺഗ്രസിന്റെ ഒരു കണക്കുകൂട്ടലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ അവർ വിശ്വസിക്കുന്നതിന്റെ കൂടി. പക്ഷേ മനു, അവിടെ ഈ മണിപ്പൂരിലെ കലാപ സമയത്തടക്കം പ്രധാനമായും അവിടെ എത്തിയ ഒരു ദേശീയ നേതാവ് എന്നത് രാഹുൽ ഗാന്ധിയാണ്. അതിനുശേഷമായിരുന്നല്ലോ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മിസോറാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ ഛത്തീസ്ഗഡിൽ BJPക്ക് വലിയ കോട്ടമൊന്നും ഉണ്ടായില്ല. മിസോറാമിൽ ആകട്ടെ അവിടെ സറം പീപ്പിൾസ് മൂവ്മെന്റ് ആണ് വിജയിച്ചത് എന്ന് പറയുമ്പോൾ പോലും BJPക്ക് നഷ്ടമുണ്ടായിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു വോട്ട് കേന്ദ്രീകരിക്കുമെന്ന് കരുതിയെടുത്തൊന്നും അങ്ങനെ സംഭവിച്ചില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതിനൊരു മാറ്റം കൂടി വരുത്തേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് അനുമാനിക്കുന്നുണ്ടോ? അല്ല, സ്വാഭാവികമായും ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒന്നും മണിപ്പൂർ ഒരു വലിയ ചർച്ചാ വിഷയം ആയിട്ടില്ല. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഒരു ചർച്ചാ വിഷയമായി. അപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ഒരു വലിയ കരുത്ത് എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഒന്നുകൂടി ആ കാര്യം ശക്തമായി ഉയർത്തുക, കിട്ടാവുന്നത്ര ബലം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയെടുക്കുക, അതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിൽ കൂടി ഈ വിഷയം ഒന്ന് ശക്തമായി ഉന്നയിക്കാൻ കഴിഞ്ഞാൽ ഒരു നേട്ടം, ഒരു പക്ഷേ പൂർണ്ണമായൊരു വിജയമില്ലെങ്കിലും കോൺഗ്രസിൻ്റെ കരുത്ത് കുറെ കൂടി വർദ്ധിപ്പിക്കുന്ന ഒരു ഇതുണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു യാത്രയുടെ ഒരു രീതി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മണിപ്പൂരിൽ നിന്ന് അത് നാഗാലാൻഡിലേക്ക് വരുന്നു, ആസാമിലേക്ക് വരുന്നു, മേഘാലയയിലേക്ക് വരുന്നു. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ അത് വലിയ തോതിൽ അവിടെ പ്രചരണം ഉണ്ട്. അപ്പോൾ അത്രയും കാലം ഈ വിഷയം വീണ്ടും ആവർത്തിക്കാൻ കഴിയും. പിന്നെ വരുന്നത് പശ്ചിമ ബംഗാളിൽ വരുന്നു, അവിടെ ഒരു 42 സീറ്റുണ്ട്. പിന്നെ ബീഹാറിലെത്തുമ്പോൾ അവിടെയും ഒരു 40ഓളം സീറ്റുകളുണ്ട്. ജാർഖണ്ഡ്, ഒഡീസയൊക്കെ കഴിഞ്ഞ് ഛത്തീസ്ഗഡിലേക്ക് വരുന്നു. ഛത്തീസ്ഗഡിൽ ഒരു 11 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. പിന്നെ UP ഒരു പ്രധാന വിഷയമാണ്. UPയിൽ ഈ നിലകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോയാൽ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. അതുകൊണ്ട് UPയിലും ബീഹാറിലും കുറെ കൂടി കരുത്തുറ്റ രീതിയിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ UPയിൽ നമുക്കറിയാം 80 സീറ്റുണ്ട്. മധ്യപ്രദേശിലാകട്ടെ അത് 29 സീറ്റാണ്. രാജസ്ഥാനിൽ 25 സീറ്റുണ്ട്. ഗുജറാത്തിൽ എത്തുമ്പോൾ അത് 26, മഹാരാഷ്ട്രയിൽ 48. ഗുജറാത്തിലേക്ക് ഒരു പക്ഷേ വലിയ ശക്തിയായി കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. എങ്കിലും മഹാരാഷ്ട്രയിൽ വലിയ 48 സീറ്റുകളുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി മറ്റ് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന് ചില അടിത്തറകൾ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത്. കാരണം നമുക്കറിയാം ഇവിടെ ഈ സീറ്റുകളിൽ ഇപ്പോൾ ഏതാണ്ട് ഈ യാത്ര കടന്നു പോകുന്നത് 355ഓളം പാർലമെന്റ്. നമുക്ക് അത്തരം ഡേറ്റകളിലേക്ക് കൂടിയാണ് കടക്കേണ്ടത്. ഒപ്പം യാത്ര എന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അത് ജനുവരി 14. സാങ്കേതികമായി നമുക്ക് അടുത്ത വർഷം എന്ന് പറയാം. പക്ഷേ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പുതുവത്സരത്തിന് തൊട്ടു പിന്നാലെ ആണ് ഈ യാത്ര ആരംഭിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ കുരുക്കിൽ ഇപ്പോൾ കോൺഗ്രസിനെ എത്തിപ്പിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അയോധ്യയുമായി ബന്ധപ്പെട്ട് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊന്നും കൃത്യമായൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇങ്ങനെ ചില ആശയക്കുഴപ്പങ്ങൾ കൂടി തുടരുന്നതിനിടയിലാണ് ജനുവരി 14 ഈ യാത്ര ആരംഭിക്കുന്നത്. സ്വാഭാവികമായും പല ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ രാഷ്ട്രീയമായി വരുമ്പോൾ അതിനെല്ലാം മറുപടി നൽകേണ്ടതായി വരും രാഹുൽ ഗാന്ധിക്ക് എന്നത് സംശയമില്ല. പല വേദികളിലും അത്തരം വിഷയങ്ങൾ, അതിൽ തന്നെ UPയിലൂടെ അടക്കം ആണ് കടന്നു പോകുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും മനു, ഈ തീയതികൾ, അതായത് ജനുവരി 14 മുതൽ മാർച്ച് 20 വരെ എന്നത് ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പീക്ക് ടൈം എന്ന് തന്നെ പറയാം. അതെ, ഇത് മറ്റ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഭാരത് ജോഡോ യാത്ര അത് ഏതാണ്ട് 136 ദിവസത്തോളം നീണ്ടു നിന്ന കുറെ കൂടി
സ്ലോ ആയ ഒരു യാത്രയായിരുന്നു ഇത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ വാഹനങ്ങളുടെ റോൾ കൂടുതലാണല്ലോ. വാഹനങ്ങളിൽ യാത്ര ഉണ്ടാകും എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ചെറിയ ഇടങ്ങളിലെ നടത്തമുള്ളൂ. ഇതിപ്പോ അവർ മാത്രമല്ല, ഈ ഭൂമിശാസ്ത്രപരമായി പരിശോധിച്ചാൽ നടത്തം പ്രാക്ടിക്കൽ അല്ലാത്ത സ്ഥലമാണ്. 67 ദിവസം കൊണ്ട് ഈ യാത്ര അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഒരു കഴിഞ്ഞ തവണത്തേടെ ഒരു പകുതി സമയം മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ എന്താണ്ട് അതിൻ്റെ ഒരു ഇരട്ടി എന്ന് പറയും. ഇരട്ടി 4000-ൽ നിന്ന് 6000 കിലോമീറ്റർ, 6200 പകുതിയും കൂടി. അപ്പോൾ ഒരു 30% കൂടി അല്ലെങ്കിൽ ഒരു 50% കൂടി അധികം വരുന്ന തരത്തിൽ ഉള്ള ദൂരം കവർ ചെയ്യാനുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ ലോക്സഭാ സീറ്റുകൾ ഏതാണ്ട് പിന്നെ ഈ 355 ലോക്സഭാ സീറ്റുകളിലൂടെ ഈ യാത്ര പോകുമെന്നാണ് ഇപ്പോൾ ആദ്യമായി നമുക്ക് കിട്ടുന്ന ഒരു വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ ഈ 235 ലോക്സഭാ സീറ്റുകളിൽ 255 ലോക്സഭാ സീറ്റുകളിൽ 236 BJPയും അനുബന്ധ കക്ഷികളുടെയും കയ്യിലാണ്. ബാക്കിയുള്ള 14 സീറ്റാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു മാറ്റം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇത് വളരെ നിർണായകമായ 355 ലോക്സഭാ സീറ്റുകളാണ്. അതിലൂടെ പോയി വരുമ്പോഴേക്കും അവിടെ പിന്നെ ഈ 14 സീറ്റ് എന്നുള്ളതിൽ നിന്ന് അതൊരു 100 പുറത്തേക്ക് എത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ വിഷയം. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ഡിസംബർ 21 ചേർന്ന് നേരത്തെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഭാരത് ജോഡോ യാത്രയുടെ ഇടയിൽ ഇത് പറയുകയും ചെയ്തിരുന്നു. മറ്റൊരു യാത്ര അത് പക്ഷേ പോർബന്ദറിലേക്ക് പോകും എന്നാണ്, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ആരംഭിച്ച് പോർബന്ദറിലേക്ക് പോകും എന്നതായിരുന്നു അന്നത്തെ ഒരു പ്ലാൻ. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്ലാനിനൊരു മാറ്റം വന്നിരിക്കുന്നു. മുംബൈയിലേക്ക് വന്ന് മഹാരാഷ്ട്രയിലെ 48 സീറ്റുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി കൂടി മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാം. NCPയെ BJP പിളർത്തിയതിന്റെ രാഷ്ട്രീയം കൂടി പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ അവസാനിപ്പിക്കാനാകാൻ രാഹുൽ ആഗ്രഹിക്കുന്നത്. അതെ, ഒരുപക്ഷെ അങ്ങനെ അവിടെ കൂടി എത്തുമ്പോഴേക്കും അവിടുത്തെ ഒരു ഈ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നേടിയെടുക്കുക, ഒപ്പം ആ രാഷ്ട്രീയം ചർച്ചാ വിഷയമാക്കുക. അങ്ങനെ അപ്പം അതുകൊണ്ട് ഈ മേഖലയിൽ ഒരു കരുത്താകാൻ കോൺഗ്രസിന്, അല്ലെങ്കിൽ അവിടെ ഒരു പ്രസൻസ് തെളിയിക്കാൻ കോൺഗ്രസിന് കടന്നു പോകണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ടോട്ടൽ സീറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ പാർലമെന്റ് സ്ട്രക്ചറിന്റെ ഇതിന്റെ 65% സീറ്റുകളിലൂടെ ഈ യാത്ര കടന്നു പോകും. അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടായാൽ അത് കോൺഗ്രസിന് നേട്ടമാകും. അത് എങ്ങനെ മാറ്റാൻ കഴിയും എന്നതാണ് നമ്മൾ വരും ദിവസങ്ങളിൽ കാണേണ്ടത്. തീർച്ചയായും അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് മനു സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൂടെ അല്ലെങ്കിൽ സീറ്റുകളിലൂടെയാണ് ഈ കടന്നുപോക്ക് എന്നത് പരിശോധിക്കുമ്പോൾ 14 സംസ്ഥാനങ്ങൾ, 85 ജില്ലകൾ, 6200 കിലോമീറ്റർ എന്നതാണ്. ഭാരത് ജോഡോ യാത്ര 136 ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു. പക്ഷേ അവിടെ കവർ ചെയ്തത് 12 സംസ്ഥാനങ്ങളാണ്. അതിൽ പല സംസ്ഥാനങ്ങളും വലിപ്പം കൊണ്ട് വലുതായിരുന്നു. എന്നാൽ ഈ 14 സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഈ നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ഭൂവിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളാണ്. പക്ഷേ ദുർഘടമായ പാതകൾ ആണ്, യാത്രാ സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആകാം ഒരു പക്ഷേ കാൽനട യാത്രകൾ ഒഴിവാക്കിയത്. ഒരു പക്ഷേ നമുക്ക് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തമാകുന്നതിന് ഈ യാത്ര കടന്നു പോകുന്നതിൻ്റെ ഒരു മാപ്പ് പരിശോധിച്ചാൽ ഏത് വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഈ വീഡിയോ ബോളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പരിശോധിച്ചാൽ അതാണ് ഞാൻ നേരത്തെ മനു സൂചിപ്പിച്ചത്, ഒരു സിക്സാക് മോഡലിലൂടെ കടന്നു പോകുന്നു. അതായത് മണിപ്പൂരിൽ നിന്ന് നാഗാലാൻഡിലേക്ക്, പിന്നെ ആസാമിലേക്ക്, പിന്നെ അവിടെ നിന്ന് മേഘാലയയിലേക്കാണ് പോകുന്നത്. പിന്നെ നേരെ താഴെ പശ്ചിമ ബംഗാളിലേക്ക് വരുന്നു. അവിടെ നിന്നാണ് ബീഹാറിലേക്ക് കടക്കുന്നത്. പിന്നെ ജാർഖണ്ഡ്, ഒഡീസ എന്ന് പറയുന്നത് പോലെ താഴെ തട്ടിലേക്ക് വന്നിട്ട് ജാർഖണ്ഡിലും ഒഡീസയിലും കടക്കുന്നു. പിന്നെ വീണ്ടും മുകളിലേക്ക് ഛത്തീസ്ഗഡിലേക്ക് നീങ്ങുന്നു, UPയിലെത്തുന്നു, പിന്നെ മധ്യപ്രദേശിലേക്ക് വരുന്നു, രാജസ്ഥാനിലേക്ക് വരുന്നു, ഗുജറാത്തിലേക്കും പോകുന്നുണ്ട്. ഗുജറാത്തിലേക്കും പോയാണ് അവസാനം മുംബൈയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഈ 14 സംസ്ഥാനങ്ങൾ കവർ ചെയ്യുന്നത്. നേരത്തെ മറ്റുള്ളത് 12 സംസ്ഥാനങ്ങളും 2 യൂണിയൻ ടെറിട്ടറികളുമായിരുന്നു. അപ്പോൾ ഇത് 14 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഈ ദൂരം കൂടുതലാണ് യാത്രയുടെ. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ BJPയുടെ ശക്തി ദുർഗങ്ങളിൽ ഒന്നും യാത്ര നടത്തുന്നില്ല എന്ന വിമർശനങ്ങൾക്ക് കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയിലൂടെ മറുപടി നൽകുന്നത്. ആ മറുപടി എത്രത്തോളം രാഷ്ട്രീയമായി പ്രസക്തമാണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.